BJP ശാസ്തമംഗലം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ ആർ ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്ക് ആദ്യം തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രിയങ്ക ഗാന്ധി വാർഡിലെ വയനാട് ജനങ്ങളെ തലയൊക്കെ എത്തി വെച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്റെ മലയാളം എന്റെ പുറത്തേക്ക് കളത്തെ കുറിച്ച് ഇന്ന് ഡിബേറ്റ് ചെയ്യാനുള്ളത്. ഇതാണ് അവരുടെ രാഷ്ട്രീയം. പക്ഷെ ഞങ്ങളൊരു അഭ്യർത്ഥന, 10 കൊല്ലമായിട്ട് BJP പ്രതിപക്ഷ പാർട്ടിയാണ് കോർപ്പറേഷൻ. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ 100% അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. LDFിന്റെ കോർപ്പറേഷന്റെ അഴിമതി, അവരെ കഴിവില്ലായ്മ എല്ലാം ഞങ്ങൾ എക്സ്പോസ് ചെയ്തു. അപ്പൊ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ശാസ്തമംഗലത്തിൽ ശീലേഖാജിനെ ജയിപ്പിക്കുക, അതുപോലെ തന്നെ 101 വാർഡിൽ BJP NDA ആയ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് BJP ഭരിക്കാൻ ഒരു അവസരം തരും എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. 5 കൊല്ലം ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ആദ്യത്തെ 45 ദിവസം 5 കൊല്ലം ചെയ്യാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് ഞങ്ങൾ കൊണ്ടുവരും. അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരണ്ടി ആയിരുന്നു. എല്ലാ കൊല്ലം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വയ്ക്കും, എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നു. എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഓരോരോ രൂപയും പൈസയുടെ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ എത്തും. എല്ലാ വാർഡിലും പ്രൈമറി ഹെൽത്ത് സെന്ററും ഒരു കോമൺ സർവീസ്, ഡിജിറ്റൽ കോമൺ സർവീസ് സെന്റർ ഞങ്ങൾ. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കൊരു അവസരം തരിക. ശീലേഖാജിന്റെ കൗൺസിൽ കോർപ്പറേഷൻ കയറാനും അവിടെ അഴിമതിയെ തോൽപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുക. അതാണ് എൻ്റെ അഭ്യർത്ഥന, പാർട്ടിയുടെ അഭ്യർത്ഥന. ഇത് പറഞ്ഞ് വാക്ക് തീർക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് നമ്മുടെ ശാസ്തമംഗലം കൗൺസിലർ ആയ മൻസൂർ നായരാണ്. അടുത്തതായിട്ട് നമ്മുടെ സിറ്റി ജില്ലയുടെ പ്രസിഡന്റ് കരമന ജയൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മൾ BJP ശാസ്തമംഗലം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ ആർ ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.